This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസേ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. സാഹിത്യവേദിയുടെ അടുത്ത സമ്മേളനം ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ഷിക്കാഗോ സമയം വൈകുന്നേരം 7:30 സൂം വെബ് കോൺഫറൻസ് വഴിയായി കൂടുന്നതാണ്. ലാറ്റിൻ അമേരിക്കൻ മണ്ണിലേക്ക് ആദ്യമായി നോബൽ സമ്മാനം കൊണ്ടുവരുന്ന വിഖ്യാത കവയിത്രിയായ ഗബ്രിയേല മിസ്ത്രാലിന്റെ തിരഞ്ഞെടുത്ത കവിതകൾക്ക് സാഹിത്യവേദി അംഗമായ ലക്ഷ്മി നായർ നടത്തിയ മലയാള വിമർശനങ്ങളുടെ സമാഹരണമാണ് ചിലിയുടെ മണ്ണ്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കവിതയുടെ ആത്മാവ് മുഴുവൻ ആവാഹിക്കുന്ന ഈ കവിതകളിൽ ദൈവം വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യർക്കും ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഒപ്പം നൃത്തം ചെയ്യുന്നു. മരിച്ചവരുടെ അസ്ഥികൾ ജീവിച്ചിരിക്കുന്നവരുടെ മാംസത്തേക്കാൾ ബലിഷ്ഠതമാണെന്നും ഉറഞ്ഞൊഴുകുന്ന വെളിച്ചത്തെ കണ്ണീരാക്കുന്ന നക്ഷത്രം എല്ലാ സൃഷ്ടികളെക്കാളും അധികം ഏകാന്തത അനുഭവിക്കുന്നുവെന്നും ഗബ്രിയേല കണ്ടെത്തുന്നു. അമ്മയാകാത്ത കവിയുടെ രചനകളിൽ കുഞ്ഞുങ്ങളോടും പ്രകൃതിയോടുമുള്ള വാത്സല്യവും സഹജീവികളോടുള്ള കാരുണ്യവും പ്രപഞ്ചത്തിന്റെ രഹസ്യം തേടുന്ന ആത്മീയതയും നിറഞ്ഞു നിൽക്കുന്നു. തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ സ്വദേശിയായ ആമി ലക്ഷ്മി ഷിക്കാഗോയിൽ താമസിക്കുന്നു. സയന്റിസ്റ്റും എഴുത്തുകാരിയും എന്നതിനു പുറമെ ആമി ഒരു പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ കൂടിയാണ്. 25ഓളം ശാസ്ത്രീയ ലേഖനങ്ങളും ലാറ്റിൻ അമേരിക്കൻ യാത്രകൾ, എലമെന്റ് എന്നീ പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എലീസ് ഐലൻഡിൽ നിന്ന് എന്ന അനുഭവം ഓർമ്മ സമാഹാരത്തിന്റെ എഡിറ്ററായും ആമി പ്രവർത്തിച്ചിട്ടുണ്ട്. മറക്കാൻ മറന്നത്, കൊറോണ കാലത്തെ വീട് എന്നീ സമാഹരണങ്ങളിലും ആമിയുടെ രചനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങളിൽ ചെറുകഥകൾ, ലേഖനങ്ങൾ, വിമർശനങ്ങൾ എന്നിവയിലെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളെപ്പറ്റിയുള്ള സച്ചിദാനന്ദന്റെയും സി രാധാകൃഷ്ണന്റെയും കുറിപ്പുകൾ ഏറെ ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പിലും പരിഭാഷയിലും ആമി ലക്ഷ്മി ഒരുപോലെ സൂക്ഷ്മത കാണിക്കുന്നു. മലയാളത്തിലെ കാവ്യ പരിഭാഷയ്ക്ക് കനപ്പെട്ട സംഭാവനയാണ് ഈ സമാഹാരം. ഇങ്ങനെ ഒരു പെൺമനം മലയാള കവിത ഇതുവരെ കണ്ടിട്ടില്ല. ആമി ലക്ഷ്മി എന്ന ഒരേ തൂവൽ പക്ഷിക്ക് നന്ദി. നവംബർ മാസ സാഹിത്യവേദിയിൽ ഇത്തവണത്തെ നോബൽ സമ്മാനം ലഭിച്ച കൊറിയൻ നോവലിസ്റ്റ് ഹാൻ കാങ്ങിന്റെ ദി വെജിറ്റേറിയൻ എന്ന നോവലിന്റെ ആസ്വാദനം ശ്രീ R.S. കുറുപ്പ് അവതരിപ്പിച്ചത് വളരെ ഹൃദ്യമായിരുന്നു. പ്രിയ സാഹിത്യ സ്നേഹികളെ, വരുന്ന ഫെബ്രുവരി 7 ഷിക്കാഗോ സാഹിത്യവേദി ഒരുക്കുന്ന സാഹിത്യ സായാഹ്നത്തിൽ ലക്ഷ്മി നായർ ചിലിയുടെ മണ്ണിലൂടെ നമ്മോടൊപ്പം സഞ്ചരിക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ആമി ലക്ഷ്മി, പ്രസന്നൻ പിള്ള, ജോൺ ഇലക്കാട് എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.